എല്ലാവർക്കും ബ്രോക്കോട്ട് 2 ഇഡിയറ്റ്സ് റിവ്യൂവിൻ്റെ എക്കോ സിനിമയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം. സാറേ ഒരിയ ഞാൻ ആ കുരിയച്ചനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയോ ആരാ കുരിയച്ചൻ? ഞാനാണ് എന്താ വിലയോട്ട് വെച്ചോ നീ? നിങ്ങൾ കുരിയച്ചനാകാൻ പറ്റിയ താരം. നിങ്ങൾക്കറിയോ ആരാ കുരിയച്ചൻ? പക്ഷെ ഞങ്ങൾക്ക് അറിയാട്ടോ, കാരണം ഞങ്ങൾ പടം കണ്ടു. ഞങ്ങൾ ആരാന്ന് പറയത്തില്ല, പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പടം കാണേണ്ട ആവശ്യമില്ല. ദിൻജിത്ത് അയ്യത്താൻ ഡയറക്ടർ, ബാഹുൽ രമേശ് റൈറ്റർ, ഹാറ്റ്സ് ഓഫ് മാൻ. ഇങ്ങനെ ഒരു കഥ എഴുതി നമ്മുടെ മോളിവുഡ് ഇൻഡസ്ട്രിയെ എല്ലാത്തിൻ്റെ മേലെ പിടിച്ചു നിർത്തുന്ന ഒരു സിനിമ, അങ്ങനെ വേണമെങ്കിൽ പറയാം. എക്കോ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഞങ്ങളെ ആദ്യത്തെ ചാനൽ ബ്ലോക്ക് ആയിരുന്നു. അതിൻ്റെ റീസൺ പറഞ്ഞ് ഞങ്ങളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ആ വീഡിയോ കൂടി കാണുക. പക്ഷെ അവിടെ നിന്നും തിരിച്ചു ഞങ്ങളെ പിടിച്ചുയർത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. കൂടുതൽ പറഞ്ഞ് നീട്ടത്തില്ല, എക്കോ മൂവിയിലേക്ക് നമുക്ക് പോവാം. വൺസ് അഗൈൻ വി വെൽക്കം യു ടു ബ്രോക്കോട്ട് 2 ഇഡിയറ്റ്സ് റിവ്യൂ. ഇന്നത്തെ റിവ്യൂ നമ്മുടെ എക്കോ. ഡയറക്റ്റ് പ്ലോട്ടിലേക്ക് കിടക്കാം. ഇത് കഥയുടെ ടൈറ്റിലായിട്ട് തന്നെ ടൈറ്റിൽ തന്നെ കാണിക്കുന്നത് ക്രോണിക്കിൾസ് ഓഫ് കുരിയാച്ചൻ, ഇൻഫിനിറ്റ് ക്രോണിക്കിൾസ് ഓഫ് കുരിയാച്ചൻ. കുരിയാച്ചൻ എന്ന കേന്ദ്ര കഥാപാത്രം പുള്ളിയെ പല മനുഷ്യരുടെ പല ആംഗിളിൽ നിന്ന് വീക്ഷണത്തിൽ നിന്ന് കുരിയാച്ചനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നതാണ്. സോ ഇവരെന്താണോ പറയുന്നത്, അതിൽ നിന്നാണ് നമ്മൾ കുരിയാച്ചൻ ആരാണെന്ന് മനസ്സിലാക്കുന്നത്. കുരിയാച്ചൻ അന്വേഷിച്ചിട്ട് ഒരുപാട് പേര് വരുന്നു. അതിൻ്റെ ഇടയിൽ കുരിയാച്ചന്റെ ഓരോരോ മഹത്വങ്ങൾ തിരിച്ചറിയുകയാണ് കഥാപാത്രങ്ങൾ. പിന്നെ ഇവർ തമ്മിലുള്ള ഒരു വിശ്വാസം, അങ്ങനെ പല പല ലെയേഴ്സ് ഓഫ് സ്റ്റോറിയാണ് ഇതിൻ്റെ അകത്ത്. പിന്നെ അടുത്ത പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സന്ദീപ് പ്രദീപ് കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. പടക്കളത്തിന് ശേഷമുള്ള ഒരു പടമാണ്. ഇപ്പൊ ഞാൻ അവനെ കുറിച്ച് പറയുകയാണെങ്കിലോ, അവന്റെ കൂടെയുള്ളത് ആരൊക്കെയാണെന്നറിയോ? അവന്റെ ഒപ്പം നിൽക്കുന്നത് നസ്ലിൻ, മാത്യു, പിന്നെ നമ്മുടെ അമൽ ഡേവിഡ്സ്. ഇവരുടെ മുകളിലേക്ക് അവൻ കയറി. ഞാൻ പറയണേ നസ്ലിനൊന്നും അത്ര വലിയ സീനൊന്നുമില്ല. അപ്പൊ ഒരു പടം ഒറ്റയ്ക്ക് അഭിനയിപ്പിച്ച് ഹിറ്റാക്കാനുള്ള ഒരു ഇതോ കാലിബർ ഒന്നും ഞങ്ങൾക്കില്ല. ഒന്ന് വിനീത്, സൈക്കോ വിനീതിന്റെ ആ ചിരിയൊക്കെ ഉണ്ടല്ലോ, ചിരിയും ചില നോട്ടമൊക്കെ കണ്ടു കഴിഞ്ഞാണല്ലോ ഈ പടത്തിൽ നമ്മൾ അന്തം വിട്ടുപോകും. പുള്ളിയുടെ ഒരു ട്രാൻസാക്ഷൻ സീനുണ്ട്, അതിനെക്കുറിച്ച് ഒന്നും പറയാം. നിങ്ങൾ തിയേറ്ററിൽ കണ്ടത് കാണണം, കണ്ടത് മനസ്സിലാക്കണം. അത് അമ്മാതിരി സാധനമാണ്. പിന്നെ വേറൊരു ആക്ടർ ഉണ്ട്. ഓക്കെ, പുള്ളിയുടെ മഹത്വം തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് തമിഴ് സിനിമ ആവശ്യമുണ്ട്. പിന്നെ ഇതില് ബിനൂപം ഒന്നും വിളിക്കേണ്ടി വരും. ഭാഷ വേറെ ലെവലെങ്ങാട്ട. മലയാള സിനിമയ്ക്ക് ഉണ്ട്, ഒരുപാട് പേരുണ്ട്. എടുത്ത് പറയണ്ടേ, പുള്ളിക്ക് അധികം സീനും ഇല്ല. അതെ, എടുത്ത് പറയണം. ഇതൊക്കെ എന്താ പറയാ, നമുക്ക് ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടോ, നമ്മളത്ര എന്താ പറയാ കുറവൊന്നുമില്ല. നമുക്ക് ഒരുപാട് നല്ല നല്ല ആക്ടേഴ്സ് ഉണ്ട് മലയാള സിനിമയ്ക്ക്. നമ്മൾ അശോകനെ മറക്കാൻ പാടില്ല. അതാ ഞാൻ പറഞ്ഞത്. അത് പുള്ളിക്ക് ഒരു 6-7 സീനേ ഉള്ളൂ, ഡയലോഗ്സും അധികം ഇല്ല, പക്ഷെ പുള്ളി തകർത്ത് വെച്ചിരിക്കുക. നമ്മൾ പറയത്തില്ലേ, അതായത് ചില കോംബോസ് ഉണ്ട്. ബിരിയാണിന്റെ കൂടെ ചിക്കൻ 65 എന്ന് പറയുന്ന മാതിരി എഡിറ്റിംഗ് ഡയറക്ഷൻ അല്ലെങ്കിൽ റൈറ്റർ എഡിറ്റിംഗ് ഡയറക്ഷൻ അല്ലെങ്കിൽ DOP പ്ലസ് റൈറ്റിംഗ്. അത് നമ്മുടെ ബാഹുൽ രമേശ്. പുള്ളി ഓരോ സീനും എടുത്തു വെച്ചിരിക്കുന്നത്. പുള്ളിക്ക് ഓൾറെഡി ആ കഥ പുള്ളിയുടെ തലേന്ന് വന്നതാണ്. അതെ, പുള്ളി ഓൾറെഡി അത് വിഷ്വലൈസ് ചെയ്താണ്. ആ വിഷ്വലൈസേഷൻ പുള്ളി അതേമാതിരി അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് എടുത്ത് വെച്ചിട്ട് സ്ക്രീനിൽ. പിന്നെ ഡയറക്ഷൻ ഒന്നും പറയല്ല, പുള്ളി അങ്ങ് എന്താ പറയാ, കിഷ്കിന്നാണ്ടൊക്കെ വെച്ച മാതിരി നമുക്ക് കാണും. കാരണം ഇവരൊക്കെ പടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പതുക്കെ നമ്മളിങ്ങനെ തീപ്പെട്ടിക്കുള്ളി ഒലിച്ച് നമ്മൾ കാട്ടിലേക്ക് ഇട്ടില്ല, അതേമാതിരി ഇങ്ങനെ പതുക്കെ കത്തി അപ്പോഴാണ് നമുക്ക് മനസ്സിലാവും, ഓഹോ ഇറ്റ് ഈസ് എന്താ പറയാ എക്സ്ട്രാ ഓർഡിനറി സാധനം എന്നൊക്കെ പറയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളിത് ഈ സിനിമ ഉണ്ടല്ലോ എവിടെ കൊണ്ടേ എടുത്തു വെച്ചോ, നമ്മുടെ മലയാള സിനിമയുടെ ഒരു കോൺട്രിബ്യൂഷനാണ് ടു ദി വേൾഡ് സിനിമ. നിങ്ങൾ കൊറിയൻ സിനിമ പറ, നമ്മൾ ഈ പടം എടുത്ത് വയ്ക്കും. തായ്ലൻഡ് പടം പറ, നമ്മൾ ഈ പടം എടുത്ത് വയ്ക്കും. ഇന്തോനേഷ്യൻ പടം പറ, നമ്മൾ ഈ പടം എടുത്ത് വയ്ക്കും. ഈ പടം അങ്ങനത്തെ ഒരു സ്റ്റാൻഡേർഡ് സാധനമാണ്. വൺസ് അഗെയിൻ ഫ്രം മൈ ഹാർട്ട് ഐ താങ്ക് ദിൻജിത്ത് അയ്യത്താൻ ആൻഡ് ബാഹുൽ രമേശ്. പടത്തിന്റെ മൂഡ് അനുസരിച്ചിട്ട് മ്യൂസിക് ഇല്ലെങ്കിൽ എന്താ പ്രശ്നം അറിയോ, മ്യൂസിക് അങ്ങ് മാറി നിൽക്കും, പടം വേറെ വഴിക്ക് പോകും. സ്ലോ പോയ്സൺമാരി നമ്മളിങ്ങനെ ഇൻഡ്യൂസ് ചെയ്ത് ഓരോ സീനിനും ഓരോ മ്യൂസിക് മീൻസ് അത്രയും താഴ്ന്നുള്ള മ്യൂസിക് ആയിരിക്കും. പിന്നെ ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോഴല്ലോ നമ്മൾ വിചാരിക്കും ഈ മ്യൂസിക്കിന്റെ എത്ര മ്യൂസിക് ഡയറക്ടർ ഉണ്ട് ഈ പടത്തിനോട്. ഒന്നും പറയാനില്ല, ഇതൊക്കെ ഒരു ടീമാണ്. എനിക്ക് കിഷ്കിന്ദകാന്തം, കേരള ക്രൈം ഫൈൽസ് എല്ലാം ഒരു ടീമാണ്. അതിന്റെ ആ ടീം വർക്കാണ് ഈ സംഭവം. ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾ കിഷ്കിന്ദകാന്തം കണ്ടിട്ടുണ്ടെങ്കിൽ
ആ പടം ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പടത്തിന് നിങ്ങൾ പോകരുത്. ആ പടം അങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കാൻ വഴിയില്ല. പറയാൻ പറ്റില്ല, ചിലരൊക്കെ ഉണ്ടല്ലോ ദിസ് ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്ന് വെച്ച് പറയുന്ന ചില സാധനങ്ങളുണ്ട് നമ്മുടെ അതിനകത്ത് ബുദ്ധിജീവികൾ. സോ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ പടവും നിങ്ങൾക്ക് ഇഷ്ടം. അവർക്ക് പറ്റിയൊരു പടം December 5 അഖണ്ഡ 2 താണ്ഡവം എന്ന് പറഞ്ഞ സിനിമ പോയി കാണും. ക്രിട്ടിക്കൽ റേറ്റിംഗ്. അതിനകത്ത് ക്രിട്ടിക്കൽ റേറ്റിംഗ് എന്ന് പറയാനില്ല, എന്നാലും ഞാൻ പറയും ക്രിട്ടിക്കൽ റേറ്റിംഗ് നമ്മുടെ രണ്ടുപേരും റേറ്റിംഗ് പറയുന്ന സെഷനാണ്. പ്ലസ് ഇതിൽ എന്തെങ്കിലും പോരായ്മകൾ വാട്ട് വെന്റ് റോങ് അതാണ് ഇതിൽ ഈ കഥ ഇത് പറയുന്ന രീതി. അതായത് സ്പൂൺ ഫീഡിങ് പ്രതീക്ഷിച്ച് നിങ്ങൾ അങ്ങോട്ട് പോകരുത്. ഒരു സാധനം അവർ ചെയ്തു തരില്ല. അവരുടേതായ ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിൽ അവർ കഥ അങ്ങ് പറഞ്ഞു പോവാണ്. പറഞ്ഞുകൊണ്ട് പോയതുകൊണ്ടാണ് ഈ പടം കുറച്ചും കൂടെ ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയത്. പിന്നെ ഉള്ളത് ഇതിൻ്റെ ലൊക്കേഷൻ. ഈ മിസ്റ്ററി ത്രില്ലർ അല്ലെങ്കിൽ ഡ്രാമ പടത്തിന് കാടും മലയും കൂടെ അങ്ങോട്ട് ചേരുമ്പോഴത്തുകൊണ്ടൊരു ഭംഗിയുണ്ട്. വന്യത അല്ലെ രൗദ്രം എന്നൊക്കെ നമ്മൾ പറയും. ആ സാധനം ഇതിനകത്ത് സൂപ്പറായിട്ട് നമ്മൾ കാണാം. പിന്നെ പറയാനുള്ളത് ആക്ടേഴ്സ്. സോ അവരുടെ ഈ 3 പെർഫോമൻസും പിന്നെ നമ്മുടെ ഡയറക്ടർ ബാഹുൽ രമേശ്, പിന്നെ നമ്മുടെ മ്യൂസിക്, ഇതെല്ലാം കൂടെ കൺസിഡർ ചെയ്ത് ഞാൻ ഇതിന് 4.25. കാരണം ഈ അടുത്ത കാലത്തൊന്നും ഇതുപോലൊരു പടം കണ്ടിട്ടില്ല. സോ ഒബ്വിയസ്ലി 4.25 ഞാൻ ഈ പടത്തിന് കൊടുക്കും. എനിക്ക് കുറച്ച് ഒബ്സർവേഷൻ ഉണ്ട് ഈ പടത്തിൽ. ഒന്നാമത്തെ പുള്ളി പറഞ്ഞ മാതിരി നമ്മളിങ്ങനെ സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാതിരുന്ന് കണ്ടാലേ പടം മനസ്സിലാവും. അത് എല്ലാവർക്കും ഒന്നും പറ്റണമെന്നില്ല സത്യം പറയുന്നു. ഈ പടം ഒരിക്കലും കിഷ്കിന്നാഥിന്റെ മേലെ നിൽക്കത്തില്ല, എൻ്റെ ഒരു അഭിപ്രായം താഴെ നിൽക്കത്തുള്ളൂ. ഒരുപാട് സീൻസ് ഉണ്ട് ഇതിൻ്റെ അകത്തൊക്കെ. 2 മണിക്കൂർ ആ പടം ഉള്ളെങ്കിലും ഒരുപാട് സീൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചില സീൻസ് ഒന്നും ആവശ്യമില്ല ഈ പടത്തിന്. മീൻസ് പറയാനും പറ്റില്ല സ്പോയിലറായി. ചില സീൻസ് ഒക്കെ കാണുമ്പോണ്ടല്ലോ ഇവർ ഓൾറെഡി ഓക്കെ ഒരു ആക്ടേഴ്സ് ആണല്ലോ, ഓൾറെഡി ഇവരുടെ മനസ്സിലുണ്ടാവും. മീൻസ് നമ്മൾ അഭിനയിക്കുമ്പോൾ അറിയാലോ ഇറ്റ്സ് എ റിയാക്ഷൻ. പക്ഷെ ചില സീൻസ് കാണുമ്പോൾ എനിക്കങ്ങനെ തോന്നിയില്ല. കാരണം അവർക്ക് നടക്കാൻ പോണ കാര്യം മുൻകൂട്ടി അറിയാം. അങ്ങനത്തെ ഒരു മീൻസ് അങ്ങനത്തെ ആ ഒരു ടൈമിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു. അത് എന്തുകൊണ്ടാണ് അവർ വിട്ടുപോയെന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ ചില കാര്യങ്ങൾ എനിക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റി. ജനറൽ ഓഡിയൻസിനൊക്കെ ഇതൊരു ജമ്മാണ് സത്യം പറഞ്ഞാൽ. ജനറൽ ഓഡിയൻസിന്റെ സ്കോറൊക്കെ പറഞ്ഞാൽ 4.5 ഞങ്ങളങ്ങ് എഴുതി കൊടുക്കും. എൻ്റെ ഒരു പ്രകാരം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ മാക്സിമം 3.9 ഉറപ്പിക്കാം. ഈ പടം കണ്ടപ്പോൾ തന്നെ ആദ്യം പടം കണ്ടു കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എനിക്ക് 3 പടങ്ങളാണ് എൻ്റെ പോലെ. ഞാൻ പറഞ്ഞില്ല 3 കൊറിയൻ പടങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് ഓടിയത്. കാരണം അവരുടെ ഒരു സ്റ്റൈൽ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ഇതേമാതിരിയാണ്. പക്ഷെ എന്നാലും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ഈ പടം ഉണ്ടല്ലോ അവരുടെ മുൻപിലേക്ക് എടുത്തു വെക്കാൻ പറ്റും. അവരുടെ ഓഡിയൻസിനും കൂടി ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ്. അതുകൊണ്ടാണ് ഇത് സത്യം പറഞ്ഞാൽ ഡബ് ചെയ്യാതെയോ അല്ലെങ്കിൽ വിത്ത് സബ്ടൈറ്റിൽസ് ആ ഭാഗത്തേക്ക് ജാപ്പനീസ് കൊറിയൻ സൈഡിലോട്ടൊക്കെ ഇൻഡസ്ട്രിയിലേക്ക് റിലീസ് ചെയ്ത് ഈ പടമൊക്കെ എനിക്ക് ഉറപ്പാ ഇത് ഹിറ്റാവും. അവരിനി നമ്മുടെ പ്രൊഡ്യൂസേഴ്സും അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. കാരണം അവരുടെ ഒരു സ്റ്റൈൽ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആണ് ഈ പടം. അതുകൊണ്ടാണ് എല്ലാവർക്കും ഈ പടം എന്താ പറയാ ഒരു ഡിഫറൻസും ഒരു മലയാള സിനിമയിൽ ഒരു ഡിഫറൻസ് ആയി തോന്നുന്നതിന്റെ ഒരു മെയിൻ കാരണം അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നിയത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ ഞാൻ 3 പടത്തിന്റെ പേര് അവിടെ എഴുതിയിട്ടുണ്ടാവും. അവിടെ എവിടെയെങ്കിലും എഴുതി വരുന്നുണ്ടാവും. ദ ഫോർഗോട്ടൺ, മെമ്മറീസ് ഓഫ് മർഡർ, പിന്നെ ദ വെയിലിംഗ് ഒക്കെ കാണേണ്ട പടമാട്ടോ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ആമസോൺ പ്രൈമിൽ ഉണ്ടെന്നാണ്. നിങ്ങളൊന്ന് ഒരു ദിവസം ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഒരു ദിവസം ഈ 3 പടങ്ങളൊന്ന് കണ്ടു നോക്കൂ. വേറൊന്നുമില്ല. So this is Nidin Thambi. This is Dinil. We are signing off. Goodbye. Bye.